നമ്മുടെ നാട്ടിൽ സ്ത്രീപീഡന കേസുകളിലേക്ക് വരുമ്പോൾ വലിയ തോതിലുള്ള നാടകങ്ങളും വലിയ തോതിലുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് പ്രതികളെല്ലാവരും തന്നെ രക്ഷപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് ഒരു 10-25 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള സൂര്യനെല്ലി കേസ് മുതൽ ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ ഫ്രാങ്കോ മുളക്കലിൻ്റെ കേസ് വരെയുള്ള കേസുകളിൽ നമ്മളിത് കണ്ടതാണ്. അപ്പോൾ അതിനിടയിൽ ഒരച്ഛൻ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. അത് ശരിക്കും ഇരയായ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളും എല്ലാവരും കൂറുമാറിയിട്ട് പോലും അത് ശിക്ഷിക്കപ്പെട്ടത് ആ പെൺകുട്ടിയിൽ ഈ അച്ഛൻ്റെ ഒരു കുട്ടി പിറന്നതും അങ്ങനെ കുട്ടി പിറന്നതിന് ശേഷം അതിൻ്റെ DNA ടെസ്റ്റിൽ ഈ പിതാവ് ഇയാളാണെന്ന് തന്നെ കണ്ടെത്തിയതും അത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പും ആയതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ നമ്മൾ നിരവധി കേസുകളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നേക്കുന്നത് കേരളത്തെ തന്നെ പിടിച്ചു കുലുക്കിയുള്ള ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന റിപ്പോർട്ടാണ്. ആ ഹേമ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ തന്നെ ഗവൺമെൻറ് അതിനകത്തൊരു അഭ്യാസം കാണിച്ചു. കാരണം ഇതിൽ വരാൻ സാധ്യതയുള്ള ആളുകളെ രക്ഷിക്കാൻ മുൻകൂട്ടി തന്നെ അവർ ഒരു മുഴം മുമ്പ് എറിഞ്ഞു. അതാണ് കമ്മീഷൻ മാറി കമ്മിറ്റിയാക്കിയത്. കമ്മീഷൻ ആണെങ്കിൽ അതിന് കുറച്ചുകൂടി ഗുരുതര സ്വഭാവം കൈവന്നേനെ. അപ്പോൾ അത് കമ്മിറ്റിയാക്കി. കൂടാതെ അതിനകത്തേക്കുള്ള ആളുകൾ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ ചെറിയൊരു അഭ്യാസം കാണിച്ചു. ആ അഭ്യാസം എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റിസ് കെ ഹേമയാണ്. അതിൽ നമുക്കൊന്നും പറയാനില്ല, അവർ വളരെ മികച്ച ന്യായാധിപയാണ്. ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ഒരാളാണ്. രണ്ടാമത്തേത് KB വത്സലകുമാരി എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥയാണ്. പക്ഷേ മൂന്നാമത്തേത് ചേർത്തത് ശാരദ എന്ന് പറയുന്ന ഒരു നടിയാണ്. ഈ ശാരദ എന്ന് പറയുന്ന നടിയൊക്കെ ആ കമ്മിറ്റിയിലേക്ക് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവരൊക്കെ ഈ സിനിമാ രംഗത്ത് ഇത്രയും കാലം നിന്നപ്പോൾ തന്നെ പലതരത്തിലുള്ള കണ്ണടക്കലുകളും ചില തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായിക്കൊണ്ടായിരിക്കും ഈ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാവുക. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ മലയാളം ഇൻഡസ്ട്രിയെക്കുറിച്ച് മാത്രമല്ല, മലയാളം, തെലുങ്ക്, തമിഴ് ഭാഷകളിലടക്കം ഏതാണ്ട് സൗത്ത് ഇന്ത്യയിലെ മിക്ക ഭാഷകളെക്കുറിച്ച് തന്നെ വളരെ കൃത്യമായി അറിയാവുന്നൊരു സ്ത്രീയാണ്. പക്ഷെ അവരുടെ ഈ റിപ്പോർട്ടിൽ അവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ എന്നെ അതിശയിച്ചു. എത്രമാത്രം നിരുത്തരവാദപരമായിട്ടാണ് ശാരദയ്ക്ക് ഈ റിപ്പോർട്ടിനെ കണ്ടിട്ടുള്ളത് എന്നുള്ളത് 183 മുതൽ 189 വരെയുള്ള പേജുകളിലായിട്ടാണ് ഇവരുടെ റിപ്പോർട്ട് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഇവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇവർ ചില ഹെഡിങ് ഒക്കെ ഇട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുഴുവൻ പറയുന്നില്ല. ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ്, ലാക്ക് ഓഫ് ചേഞ്ചിങ് റൂംസ്, അതായത് ഡ്രസ്സ് മാറാനുള്ള സൗകര്യമുള്ള റൂമുകളില്ല എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഒരു അടുത്ത ഹെഡിങ്ങാണ് ഏറ്റവും രസകരം. ഇവർ പറഞ്ഞേക്കുന്നത് നോക്ക് ഓൺ ദ ഡോർ, അതാണ് ഹെഡിങ് എന്ന് പറയുന്നത്. അവിടെ ഇവർ എഴുതി വെച്ചേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദീസ് ഡേയ്സ് വുമൺ ഹിയർ നോക്സ് ഓൺ ദെയർ റൂംസ് അറ്റ് നൈറ്റ്. അതായത് സ്ത്രീകളെല്ലാവരും തന്നെ അവരുടെ താമസിക്കുന്ന റൂമുകളുടെ പുറത്ത് മുട്ട് കേൾക്കാറുണ്ട്, അതായത് വാതിലിൽ മുട്ട് കേൾക്കാറുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ക്വൈറ്റ് കോമൺ എന്നാണ് അവർ എഴുതിയേക്കുന്നത്. അത് വളരെ വളരെ സാധാരണമാണ് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ശാരദാമ്മ എഴുതി വെച്ചേക്കുന്നത്. ഇനി അടുത്തത് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചാണ്. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഇവർ പറയുന്നത് ഇതൊക്കെ ഓൾഡൻ ഡേയ്സിൽ ഉണ്ടായിരുന്നു. കാസ്റ്റിംഗ് കൗച്ച് ആസ് ദർ ഇൻ ഓൾഡൻ ഡേയ്സ് ടു എന്നാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. അതായത് പഴയ കാലത്തൊക്കെ ഇത് നിലവിലുണ്ടായിരുന്നു എന്നാണ്. പിന്നെ അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് പ്രിവാലൻസ് ഓഫ് ആൽക്കഹോളാണ്. അതിൽ അവർ എഴുതി വെച്ചേക്കുന്നത് ഡ്രഗ്സ് ആർ ക്വൈറ്റ് കോമൺ എമംഗ് ദ യങ്സ്റ്റേഴ്സ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗ്സൊക്കെ വളരെ കോമൺ ആണ്, വളരെ സാധാരണമാണ് ഇപ്പോൾ നമ്മുടെ യുവാക്കളുടെ ഇടയിൽ സിനിമ ഇൻഡസ്ട്രിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഒരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാത്തൊരു കമൻ്റാണ് ഇവരൊക്കെ പിടിച്ച് കമ്മിറ്റിയിൽ ഇരുത്തിയിട്ട് എഴുതിയേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ അറിയുമ്പോൾ ഏതാണ്ട് 1,06,00,000 രൂപ ഇവർക്കെല്ലാം കൂടി ശമ്പളമായി നമ്മുടെയൊക്കെ ടാക്സിൽ നിന്നെടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ജസ്റ്റിസ് കെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം ഭംഗിയായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നു. ആ റിപ്പോർട്ട് പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ പാവം പിടിച്ച സജി ചെറിയാനൊക്കെ കുന്തവും കുരടച്ചക്രവും ഭരണഘടനയിലുണ്ടെന്ന് കണ്ടുപിടിച്ച സജി ചെറിയാൻ, അതേ സജി ചെറിയാൻ, ആ സജി ചെറിയാനൊക്കെ ആകെ ടെൻഷനായിപ്പോയി. അദ്ദേഹം പക്ഷേ സ്വന്തം ടെൻഷൻ മാറ്റി വെക്കാതെ ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്കെന്താ ഇത്ര വെപ്രാളം എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ 4.5 കൊല്ലത്തോളം ഈ റിപ്പോർട്ട് വെക്കുകയും അതിൻ്റെ പുറത്ത് ആരും കാണാതെ കവിഴ്ന്ന് കിടക്കുകയാണ് സജി ചെറിയാനും നമ്മുടെ പിണറായി വിജയനും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് പുറത്തേക്ക് വന്നു. റിപ്പോർട്ട് പുറത്തേക്ക് വരുന്ന ദിവസം പോലും ഞാൻ വിചാരിച്ചത് പുറത്തേക്ക് വരില്ലെന്നാണ്. കാരണം അത്രയും നാളും WCCയുടെ അംഗവും ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരണമെന്നും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ വലിയ തോതിൽ സംസാരിച്ചു കൊണ്ടിരുന്ന രഞ്ജിനി എന്ന് പറയുന്നൊരു നടിയുണ്ട്. അവരുടെ യഥാർത്ഥ പേരല്ല, സിനിമയിലേക്ക് വന്നപ്പോൾ സ്വീകരിച്ച പേരാണ്. ആ രഞ്ജിനി എന്ന് പറയുന്നൊരു നടി, അവരിപ്പോൾ എറണാകുളത്തൊരു വിദേശത്തേക്ക് ആളുകളെ പറഞ്ഞു വിടാനുള്ള ഒരു കൺസൾട്ടൻസിയൊക്കെ നടന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ അത്തരത്തിൽ സ്ഥാപനം നടത്തുന്ന രഞ്ജിനി വേഗം തന്നെ കോടതികളെ സമീപിക്കുകയാണ്. കോടതിയെ സമീപിച്ചത് എൻ്റെ മൊഴി വായിച്ച് കേട്ട് ഞാൻ ഒപ്പിട്ടിട്ടില്ല ഹേമ കമ്മിറ്റിയിൽ കൊടുത്തത്, അതുമാത്രമല്ല
ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും പേരുകളോ അല്ലെങ്കിൽ എൻ്റെ പേരുകളോ ഒക്കെ പുറത്തേക്ക് വരുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. എൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറ്റമാണ് നടത്താൻ പോകുന്നത്, അതുകൊണ്ട് ഇത് പുറത്തു വിടല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവർ കോടതിയിലെത്തി. പക്ഷേ കോടതി അതൊന്നും കേൾക്കാതെ തന്നെ വീണ്ടും ഈ പറയുന്ന അത് പുറത്തേക്ക് വിടാനായിട്ട് സമ്മതിച്ചു. അങ്ങനെയാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ അവസാന നിമിഷം പോലും രഞ്ജിനിയെ ഉപയോഗിച്ചുകൊണ്ട് പോലും ഇത് പുറത്തേക്ക് വിടാതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയതും അതിൻ്റെ പുറകിൽ ആരായിരിക്കുമെന്നും ഇതിനുവേണ്ടി കാശ് മുടക്കിയിട്ടുള്ളത് ആരായിരിക്കുമെന്നും ഒക്കെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം സിനിമയിലെ വലിയ വലിയ ആളുകളായിരിക്കും, സാമ്പത്തികമുള്ള നമ്മുടെ സ്ക്രീനിലൊക്കെ വന്ന് നന്മയുടെ നിറകുടമായിട്ടൊക്കെ നിൽക്കുന്ന വിവരം കിട്ടവന്മാരായിരിക്കും. അവരാണ് ഈ പീഡിപ്പിക്കലൊക്കെ ഒരു രസകരമായിട്ടുള്ള കാര്യമാക്കി എടുത്തിട്ടുള്ളത്. ചിലരൊക്കെ അതിൽ MLA ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഇതിൽ ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ വലിയ സൗഹൃദമുണ്ട്. അതുകൊണ്ടുള്ള ചില ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. ബെനിഫിറ്റൊക്കെ എന്താണെന്ന് ഇപ്പോൾ ഞാനിവിടെ പറയുന്നില്ല, അതൊക്കെ പറഞ്ഞാൽ വളരെ മോശവും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ബെനിഫിറ്റൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇവരൊക്കെ ചങ്ങാതിമാരാണ്. അതുകൊണ്ട് ഇവരും ഒക്കെ അതിന് താല്പര്യം കാണിച്ചു, ഗവൺമെൻറ്റൊക്കെ വെച്ചുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ പോലും നമുക്കറിയാം നിരവധി കണ്ടികൾ ഏതാണ്ട് 4-5 പേജൊക്കെ വെട്ടിമാറ്റിയിട്ടാണ് ഗവൺമെൻറ് പിന്നെയും അത് പുറത്തേക്ക് വിട്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗവൺമെൻറ് നിക്കക്കള്ളി ഇല്ലാതെയാണ് ഹൈക്കോടതി പറഞ്ഞതുകൊണ്ട്, KG ശങ്കരൻ നമ്പ്യാരുടെ ബെഞ്ച് പറഞ്ഞതുകൊണ്ട് ഒരു നിവൃത്തിയുമില്ലാതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ ഹേമ കമ്മിറ്റിക്കുള്ളിലെ ഒഫൻസ് കൂടി അന്വേഷിക്കണം എന്ന് പറഞ്ഞൊരു ഉത്തരവ് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഉത്തരവ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മാല പാർവതി എന്ന് പറയുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായികയുണ്ട്. അവർ എന്തോ രാത്രി നടത്തമൊക്കെ നടത്തി വളരെ പ്രശസ്തയായ ഒരാളാണ്. നേരത്തെ അവർ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് അവർ സിനിമയിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ്. നമുക്കറിയാം അവർ CPM-ലൊക്കെ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരു ആളെയാണ് കല്യാണം കഴിച്ചതൊക്കെ തന്നെ. പിന്നീട് അദ്ദേഹം CDT-ലൊക്കെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അതെന്താണെങ്കിലും അവരുടെ കുടുംബകാര്യമാണ്, അത് പോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ മാല പാർവതിയും കൂടി ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളുടെയൊക്കെ കടക്കൽ കത്തിവെക്കുന്നതിന് വേണ്ടി ഒരു കേസിൽ കക്ഷി ചേർന്നിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ. ആ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇവർ തന്നെ ഒരു മൊഴി കൊടുത്തു. ആ മൊഴി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഹേമ കമ്മിറ്റിക്ക് ചില കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഉത്തരവാദിത്തമില്ലാതെ വേറെ ആരുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട്, വേറെ പെൺകുട്ടിയുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ടും പിന്നെ ഇവർക്ക് സ്വയമേ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മൊഴി കൊടുത്തു. പക്ഷേ ഈ മൊഴി കൊടുത്തതിന് ശേഷം ഇവർ പറയുന്നത് അതിൻ്റെ പുറത്ത് ഹേമ കമ്മിറ്റി ഇവർ വീണ്ടും വിളിപ്പിച്ചു, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വീണ്ടും വിളിപ്പിച്ചപ്പോൾ ഇവർ പറഞ്ഞത് എനിക്ക് പരാതിയുമായി പോകാൻ താല്പര്യമില്ല എന്നാണ്. പക്ഷേ അവരോട് പറഞ്ഞത് ഒഫൻസുകളാണെങ്കിൽ അതിൻ്റെ പുറത്ത് FIR ഇടണമെന്നും എന്നിട്ട് നിങ്ങൾക്കിത് മൊഴി വീണ്ടും എടുക്കണമെന്നും ആ ബന്ധപ്പെട്ടവരുമായി മൊഴി എടുത്തതിന് ശേഷം ഇത് റെഫർ ചെയ്ത് കളയാം, അതായത് കേസില്ല, അവർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കാമെന്നുമാണ്. അപ്പോൾ അതിനു വേണ്ടി തന്നെ ഒരു അമിക്കസ് ക്യൂറിയും ഒക്കെ കോടതി നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുകയും ഇവരെ വിളിച്ച് മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മെറിൻ ജോസഫിനൊക്കെ ഇവരിൽ നിന്ന് മൊഴി കൊടുത്തു. ആ മൊഴി കൊടുത്തതിന് ശേഷമാണ് ഈ പറയുന്ന നമ്മുടെ ഈ പുള്ളിക്കാരി ഈ നമ്മുടെ മാലാ പാർവതി നേരെ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്കാണ് അവർ പോയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് എടുത്തു. ആ കേസുമായി ബന്ധപ്പെട്ട് ഏതോ അജി മസ്കറ്റ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ പേര്, പിന്നെ അലക്സ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അലക്സ് ചേട്ടനെ ക്രൈംബ്രാഞ്ച് വിളിച്ചു. അപ്പോൾ അദ്ദേഹം വല്ല ഹരാസ്മെൻ്റ് ആയിപ്പോയി, വലിയ സങ്കടത്തിലായിപ്പോയി. ആ ടെൻഷൻ കാണാൻ ഇവർക്ക് വയ്യ. അതുകൊണ്ട് ഇവർ കൊടുത്തിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏതോ അജയ് വിൻസെൻറ്റിനെ വിളിച്ചു. ലണ്ടനിലെ ഏതോ സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു, പെട്ടെന്ന് തന്നെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് വേണ്ടപ്പെട്ട, ഇവരോട് വളരെ നന്നായി പെരുമാറിയ സ്ത്രീ സൗഹൃദമായിട്ടുള്ള തൊഴിലിടം ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന അലക്സ് ചേട്ടനെ പോലെയുള്ള ആളുകളെ വിഷമിപ്പിച്ചുകൊണ്ട് എനിക്കൊരു നീതി പോലും വേണ്ട എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട മാലാ പാർവതി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മാലാ പാർവതി അടുത്ത് പറയുന്ന വാചകം ഇത് ഈ ആളുകളൊക്കെ വിളിച്ചതുകൊണ്ടാണ് ഉടനെ തന്നെ അവർ സുപ്രീം കോടതിയിലേക്ക് പോയെന്നാണ്. ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താണ്, ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫലം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഇപ്പോൾ ഹൈക്കോടതി ഇതിൻ്റെ പുറത്ത് കേസെടുക്കണമെന്നും ഇത് അന്വേഷിക്കണമെന്നും പറഞ്ഞതുകൊണ്ട് നാണിച്ചാണ് നമ്മുടെ ഗവൺമെൻറ് ഒരു SIT രൂപം കൊടുത്തത്. SIT തന്നെ കൃത്യമായിട്ട് ഇത് അന്വേഷിക്കാൻ വേണ്ടിയല്ല, ഇതെങ്ങനെ അന്വേഷണം അട്ടിമറിക്കാമെന്നുള്ളതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ തന്നെയാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഈ കേസുകൾ എങ്ങനെ വായിച്ച് കളയാം എന്നുള്ളത് അവരെ നമ്മളാരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവർ പല കേസുകളിലും ഇതുപോലെ തേച്ച് വായിച്ച് കളഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ SIT-യിൽ പെട്ടിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഒരു സൈനികനെയും അനിയനെയൊക്കെ പോലീസുകാരെടുത്തിട്ട് ഇടിച്ച സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അത് അന്വേഷിച്ചത് മെറിൻ ജോസഫ്. അപ്പോൾ അത് അന്വേഷിച്ചതിന് ശേഷം ഇവർ പറയുന്നൊരു വാചകം,
ഇടി കിട്ടി എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത് എവിടെ നിന്നാണെന്ന് മനസ്സിലായില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിനകത്ത് നീ വേറെ ആരും ഒന്ന് ഇടിക്കാനാണെന്ന് പോലും ഇവർക്ക് ചിന്തയില്ല. അപ്പോൾ അതുപോലെയുള്ള റിപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ടുള്ള മഹാമനസ്കരാണ്. ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ഇതിനകത്ത് കിടക്കുന്നുണ്ട്, നിങ്ങൾക്കെടുത്ത് കാണാം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിതൊരു ആത്മാർത്ഥത ഇല്ലാതെയാണ് അന്വേഷിക്കുന്നത്. കൂടാതെ സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി, അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ എടുത്തിട്ടുള്ള കേസ് തന്നെ ക്വാഷ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് മിക്കവാറും അനുകൂലമായിട്ടുള്ളൊരു വിധി പാലാ പാർവതിക്ക് ഉണ്ടാവും. ആ അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇത്തിരി കോപ്പോളം ജീവനുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ പുറത്ത് കിടക്കുന്ന അന്വേഷണത്തിൻ്റെയും കടക്കൽ കത്തിവെക്കുന്നൊരു പണിയാണ് ഈ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാലാ പാർവതി നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ ആരായിരിക്കുമെന്ന് ഊഹിക്കാനായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. അരിയാഹാരം കഴിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ നിരവധി പേരുകൾ പുറത്തു വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്കെതിരെയുള്ള അന്വേഷണം നീളുമോ ഒക്കെ ഭയമുള്ള ആളുകൾ ആരായിരിക്കുമെന്നറിയാം. അപ്പോൾ അവരൊക്കെ കളി തുടങ്ങിയിട്ടുണ്ട്. ഈ കളി തുടങ്ങിയെന്ന് പറയുമ്പോൾ പണ്ട് ദിലീപിൻ്റെ കേസിൽ ദിലീപ് പുറത്തേക്ക് വന്നപ്പോൾ അനിയൻ പറഞ്ഞ വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ഇത്രയും നാൾ അവർ കളിച്ചു, ഇനി ഞങ്ങൾ കളി തുടങ്ങാം എന്നാണ്. ആ കളി തുടങ്ങുമ്പോൾ ഇവിടെ ദിലീപിനെക്കാളൊക്കെ 10 ഇരട്ടി പ്രബലരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ സ്ക്രീനിലൊക്കെ വന്ന് വലിയ നന്മയുടെ നിറകുടങ്ങളായി നിൽക്കുന്ന ആളുകളാണ് ഈ പീഡനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. അവരൊക്കെ ഇത് വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അവരുടെ സെറ്റുകളിലൊന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടാൻ സാധ്യതയുള്ള, വിൽപ്പന മൂല്യമുള്ള, വിപണി മൂല്യമുള്ള താരങ്ങൾ. അപ്പോൾ അവരുടെ കൺട്രോളിലാണ് സെറ്റുകൾ. അവർ പറയുന്ന ആളുകളാണ് നിയമിക്കപ്പെടുക. അവർ വേണമെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ നടന്നേനെ. പക്ഷെ അങ്ങനെ ഒന്നും നടക്കില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇത്തരത്തിലുള്ള ഉടായ്പ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രഞ്ജിനി മുതൽ ഇപ്പോൾ ഏറ്റവും ശാരദ മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാലാ പാർവതി വരെ കളത്തിലിറങ്ങിയിരിക്കുന്നു ഈ പീഡകരെ രക്ഷപ്പെടുത്താൻ എന്നാണ് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്നൊരു കാര്യം. ഇതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന കേസിൽ നിന്ന് ഇപ്പോൾ ഇനി മുതൽ അന്വേഷിക്കേണ്ട, അല്ലെങ്കിൽ ഇത് താല്പര്യമുള്ളവരുടെ മാത്രം അന്വേഷിച്ചാൽ മതിയെന്നോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വിധിയോ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന്. രണ്ടാമത്തത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അടക്കം ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിപ്പിക്കുന്നുവെങ്കിൽ, ചിലപ്പോൾ കുറ്റവാളികളായിട്ടുള്ളൊക്കെ അത് അന്വേഷണം നടത്തുമെങ്കിൽ അതൊരു ചീത്തപ്പേരുണ്ടാകും സമൂഹത്തിൽ എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതും ഉണ്ടാവില്ല. കാരണം അതിനും കൂടി ഒരു കവറേജാണ് മാലാ പാർവതി ഒരുക്കുന്നത്. കാരണം അലക്സേറ്റെ പോലെയുള്ള നല്ല ആളുകളെ പോലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ SITയുടെ വെറും തറ അന്വേഷണമാണ് എന്ന് പറയുന്നൊരു ഫീലിംഗ് കൊടുക്കാനായിട്ട് ഇത് സഹായിക്കും. യഥാർത്ഥത്തിൽ ഈ മാലാ പാർവതിക്ക് ചെയ്യാമായിരുന്നൊരു കാര്യം, ഒരു ഹൈക്കോടതിയിലേക്ക് ഇതുമായി പോവുകയും ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറിയെ വേണമെങ്കിൽ വിളിച്ചു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് ഒരു അപേക്ഷയുമായി പോയിരുന്നെങ്കിൽ ഈ കോടതി അത് തീർച്ചയായിട്ടും കോഷ് ചെയ്ത് കിട്ടിയാൽ. പക്ഷേ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലേക്ക് പോകുന്നു, അതും വലിയ കാശ് മുടക്കി പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ആരുണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇത് തന്നെയാണ് രഞ്ജിനി പോയപ്പോൾ രഞ്ജിനി പറഞ്ഞിരുന്നത്. കാരണം ഞാൻ മൊഴി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, പിന്നെ റിപ്പോർട്ട്, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി കൊടുത്താൽ ആ കമ്മിറ്റി ആദ്യം തന്നെ റിപ്പോർട്ട് ഉണ്ടാക്കി എൻ്റെ മുമ്പിൽ തരണം, എന്നിട്ട് ഞാൻ വായിച്ചു നോക്കി പുറത്ത് വിട്ടോളൂ എന്ന് പറഞ്ഞാലേ വിടാൻ പറ്റുള്ളൂ എന്നൊക്കെ പോലെയുള്ള വിദണ്ഡ വാദങ്ങളാണ് രഞ്ജിനിയൊക്കെ ഉയർത്തിയത്. ഏതാണ്ട് അതുപോലെ തന്നെയുള്ള ഒരു വാദമാണ് ഉയർത്തുന്നത്. ഇനി ഇതിനെല്ലാറ്റിനും ഉപരി ഞാൻ ഞെട്ടിപ്പോയത്, ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചാനലുകൾ പറഞ്ഞത് സംസാരിക്കുന്നത് കേട്ടിട്ടാണ്. അതെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത്, ഞാനിത് കേസെടുക്കണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാനൊരു പഠനത്തിൻ്റെ ആവശ്യത്തിനായി എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞതാണ്. അത് തന്നെ ഞാൻ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. എനിക്ക് നേരിട്ടൊരു അനുഭവം ഉണ്ടായി, അതിൽ പക്ഷേ എനിക്ക് പരാതിയൊന്നുമില്ല. ഞാൻ അയാളെ വലുതാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് വേറെ ഏതോ പെൺകുട്ടിയുടെ കാര്യം ഇവർ പറഞ്ഞു, അതൊക്കെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എൻ്റെ പേര് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഞങ്ങൾ വെറുതെ ചായയൊക്കെ കുടിച്ച് സൊറ പറഞ്ഞിരുന്നപ്പോൾ പറഞ്ഞതാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ പണ്ടൊക്കെ ഈ പൈപ്പിൻ ചോട്ടിൽ നിന്ന് വർത്താനം പറയുന്നു, അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കലുങ്കിൽ നിന്ന് വർത്താനം പറയുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുപോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇവർ ഹേമ കമ്മിറ്റിയോടും ശാരദയോടും അതുപോലെ തന്നെ KB വത്സലകുമാരിയോടൊക്കെ സംസാരിച്ചത്. ഒട്ടും ഗൗരവത്തിലല്ല. പകരം ഭാഗ്യത്തിന് ഒരു ചീട്ട്, ഞങ്ങൾ 4 പേരും കൂടി ചീട്ട് കളിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് 2 അടിച്ചു എന്നും പറഞ്ഞിട്ടില്ല, അത് ഭാഗ്യമായി. അപ്പോൾ അങ്ങനെ അടിച്ചുകൊണ്ട് നമ്മൾ വെറുതെ വാവിട്ട വർത്താനം സംസാരിക്കുകയായിരുന്നു എന്നുള്ള നിലക്കാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഒന്നുകിൽ സംഭവങ്ങൾ ഇപ്പോൾ പർപ്പസിന് വേണ്ടി, അതായത് ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി, നിയമം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യാം,
പറയാം. ആ സംഭവങ്ങളിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകളുടെ പേര് പറയാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഈ റിപ്പോർട്ട് പുറത്തു വരില്ല. ഇത് ഗവൺമെൻറ് രേഖയിൽ ഈ ഇവരുടെ പേരുകൾ കിടക്കുകയാണ്. അപ്പോൾ അതുപോലും മാലാപാർവതിയെ പോലുള്ള ആൾ ചെയ്തത് അങ്ങേയറ്റത്തെ വങ്കത്തരമാണ്, അല്ലെങ്കിൽ വിശുദ്ധ ബോഷ്കാണ്. അവിടെ ഒന്ന് ആളാകാൻ വേണ്ടിയിട്ട് ചുമ്മാ വായി തോന്നി ഡയലോഗ് അടിക്കുകയും പിന്നെ അവിടെ തന്നെ രക്ഷിക്കാൻ വേണ്ടി സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ ഇവർക്കൊക്കെ എതിരായാൽ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ മാലാപാർവതിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പലതരത്തിലുള്ള കണ്ണടക്കലുകളും അതുപോലെ തന്നെ എതിർക്കാതിരിക്കലുകളൊക്കെ ഇതിനകത്ത് ആവശ്യമാണ്. ചില തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ആരുടെയൊക്കെയോ ചട്ടുകമായിട്ടാണ് ഈ പണി നടത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെയൊക്കെ ഭാഗ്യത്തിന് ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരള സംസ്ഥാനത്തിലെ സ്ത്രീ സുരക്ഷാ മുന്നണിയുടെ നേതാക്കന്മാരും കൂടാതെ നവോത്ഥാന നായികമാരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം കേരളം മുന്നോട്ട് തന്നെയാണ് പോവുക. ഇവരുടെ മകനുമായി ബന്ധപ്പെട്ട് മകനാർക്കോ മെസ്സേജ് അയച്ചു എന്നോ എന്നൊക്കെ പറഞ്ഞ് ചില പരാതികളൊക്കെ വന്നപ്പോഴും ഇവർ നേരത്തെ സ്ത്രീ സുരക്ഷയൊക്കെ എടുത്ത് മടക്കി 4ആയിട്ട് കട്ടിലടിയിൽ വെച്ച് കിടന്നുറങ്ങിയ ആളുകളാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം അത് തന്നെ ഇവിടെ സംഭവിക്കുന്നു. ഇപ്പോൾ ഇവർ പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നില്ല. ഇവർക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇവർക്ക് സിനിമാ രംഗത്ത് നിൽക്കണം, അത്യാവശ്യം അവിടെ നിന്നുള്ള സൗകര്യങ്ങൾ കിട്ടണം, നല്ല ചില്ലറയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ മേടിച്ച് സുഖമായിട്ട് ജീവിക്കണം. നേരത്തെ ഇവർ നാടകത്തിലൊക്കെയാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. ആ നാടകത്തിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടും വലിയ തോതിലുള്ള സാമ്പത്തികമൊന്നും കിട്ടിയിട്ടില്ലെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് മാലാപാർവതിക്കറിയാം. അപ്പോൾ എന്താണെങ്കിലും ഇവർ ഈ പറയുന്ന ഇപ്പോഴുള്ള അഭ്യാസങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ്, പിടിച്ചു നിൽക്കാനുള്ളൊരു അഭ്യാസങ്ങളാണ്. പക്ഷേ ഇവരെ സാംസ്കാരിക നവോത്ഥാന നായികയാകുന്ന കേരളത്തിൻ്റെ ഭാവി വളരെ വളരെ ഉജ്ജ്വലമായിരിക്കുമെന്ന് പറയുന്നു. ഇനിയും രാത്രി നടത്തം പോലെയുള്ള പരിപാടികളുമായി വീണ്ടും കാണാം.